Hello friends, today I am going to show you how to create an analog clock in Excel by using pie chart and donut charts. Here is one example. If you click the start button, you can see now clock is running. See, automatically the time is updating now. So once you press the stop button, clock will stop immediately. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്ലോക്ക് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ കുറേ ഡാറ്റ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് നമുക്ക് ഇവിടെ വേണ്ടത് ഹവേഴ്സ് വേണം, മിനിറ്റ്സ് വേണം, സെക്കൻഡ്സ് വേണം. പിന്നെ എങ്ങനെയാണ് ഹവേഴ്സ് എടുക്കുന്നത് നോക്കാം. ഇസ് ഈക്വൽ ടു ഹവേഴ്സ്, ഹവർ ആൻഡ് നൗ ഫംഗ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് നീഡിൽ വിഡ്ത്ത് 2, blank value equal to 12 minus hours minus needle width. Next minutes is equal to minutes, and from now function needle width 2, blank value equal to 60 minus minute minus needle width. Same, second also same. Here the function will be second. ഇനി ഹവേഴ്സ് നമുക്കറിയാം മാക്സിമം 12 മാത്രമേ ഇതിൽ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ അപ്ലൈ ചെയ്യണം. ഈക്വൽ ടു ഇഫ് ഹവേഴ്സ് നൗ ഗ്രേറ്റർ ദാൻ 12 then hours now minus 12. If it is false, hour then now function plus minutes divided by 60 plus seconds divided by 3600. This is 60 into 60. Okay, next minutes plus seconds divided by 60. Seconds is always 60. ഇനി നമുക്ക് ഇവിടെ കുറച്ച് ഡാറ്റ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്ലോക്കിന്റെ ഡയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹവേഴ്സിന്റെ 1 ഒരു 12 ടൈം 1 കൊടുത്തിട്ടുണ്ട്, അതുപോലെ മിനിറ്റും 12 ടൈം കൊടുത്തിട്ടുണ്ട്. ഇത് ഡയലിന് വേണ്ടിയിട്ട് 1 കൊടുത്തിട്ടുണ്ട്. ഇത്രയും സെലക്ട് ചെയ്യുക, ഇൻസേർട്ടിൽ പോവുക, ചാർട്ട്, ഡോണറ്റ് ചാർട്ട്, അതിൽ ചാർട്ട് ടൈറ്റിൽ ഒഴിവാക്കി, ലെജൻഡ് ഒഴിവാക്കി, ഇനി നമുക്ക് ഇതിലേക്ക് ഡാറ്റ ലേബൽ ഇൻസേർട്ട് ചെയ്യണം, എന്നുവെച്ചാൽ ഹവേഴ്സ് ഇൻസേർട്ട് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് സെലക്ട് ചെയ്യുക, ഡാറ്റ ലേബൽ, ദെൻ മോർ ഓപ്ഷൻസ്. മോർ ഓപ്ഷൻസിൽ വാല്യൂ ഫ്രം സെല്ല് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂ ഇത് സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇനി വാല്യൂ ടിക്ക് ഒഴിവാക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഡയലിൽ 1 2 3 അത് ആഡ് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂട്ടാം, ബോൾഡ് ചെയ്യണമെങ്കിൽ ബോൾഡ് ചെയ്യാം. ഇനി അതിനുശേഷം ഇതിൽ ഡയലിൽ ക്ലിക്ക് ചെയ്യുക, അതിൽ നോ ഫില്ല് കൊടുക്കുക, നോ ലൈൻ കൊടുക്കുക. ഈ സെയിം വേ തന്നെ നെക്സ്റ്റ് ഇതിലേക്കും നമുക്ക് മിനിറ്റ് ഇൻസേർട്ട് ചെയ്യണം. അതിന് മിനിറ്റിൻ്റെ ഇതിൽ സെലക്ട് ചെയ്തു, ഡാറ്റ ലേബൽസ് എടുത്തു, അതിൽ മോർ ഓപ്ഷൻസ്, അതിൽ വാല്യൂ ഫ്രം സെല്ല്. ഞാനിവിടെ ഓൾറെഡി ഇത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, ഇത് സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു, എന്നിട്ട് വാല്യൂ ടിക്ക് ഒഴിവാക്കി. അതുപോലെ അതിൽ ക്ലിക്ക് ചെയ്യുക, അതിൽ നോ ഫില്ല് കൊടുക്കുക, നോ ലൈൻ കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഡയൽ കുറച്ച് മോഡിഫൈ ചെയ്യണം. അതിന് ഷാഡോ അല്ല, സോറി, ഇതിൻ്റെ 3D എഫക്റ്റ് കൊടുത്തു. നമുക്ക് ഏതാണോ വേണ്ടത് ലൈന്, ആ ലൈന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡയൽ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്.
നിങ്ങൾക്ക് കാണാം ഇവിടെ 12 കറക്റ്റ് പ്ലേസിലുള്ള ഉള്ളത്. ഇപ്പോൾ 12 സെലക്ട് ചെയ്യുക, അതിൻ്റെ ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ആംഗിൾ ടു ഫസ്റ്റ് എടുത്ത് 15 ആയി കൊടുക്കാം. ഇപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നീഡിൽസ് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം ഹവേഴ്സ് സെലക്ട് ചെയ്യുക, ഇൻസേർട്ടിൽ പോവുക, പൈ ചാർട്ട് ഇൻസേർട്ട് ചെയ്തു. അതിൻ്റെ ലേബൽ ഒഴിവാക്കി, ടൈറ്റിൽ ഒഴിവാക്കി. അതിനുശേഷം ചാർട്ടിൻ്റെ നോ ഫില്ല് കൊടുത്തു, നോ ലൈൻ കൊടുത്തു. അതിനുശേഷം നീഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ഫില്ലിൽ ഞാൻ സോളിഡ് ഫിൽ ചെയ്തു. അതിൻ്റെ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലൈനും ബ്ലാക്ക് തന്നെ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾക്ക് എത്രയാണോ നീഡിൽ വേണ്ടത് ആ നീഡിലിൻ്റെ സൈസിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇനി ഇതിൻ്റെ ഡാറ്റ ലിജൻഡ് ഞാൻ ഒഴിവാക്കുന്നു. ഇപ്പോൾ ഹവേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി മിനിറ്റിൻ്റെ നീഡിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം ചാർട്ട് കോപ്പി ചെയ്യുക, എന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ഇനി ചാർട്ട് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ചാർട്ടിൻ്റെ ഡാറ്റ സെലക്ട് ആയിട്ടുണ്ട്. അത് ജസ്റ്റ് മിനിറ്റിലേക്ക് മൂവ് ചെയ്യുക. സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. നമ്മളതിൻ്റെ നോ ഫില്ല് കൊടുത്തു, നോ ഫിൽ, നോ ലൈൻ, ലിജൻഡ് ഇൻസെർട്ട് ചെയ്തു. നീഡിലിൻ്റെ വിഡ്ത്ത് ഡബിൾ ക്ലിക്ക് ചെയ്തു. അതിന് സോളിഡ് ഫില്ല് കൊടുത്തു. അതിന് ഞാൻ കളർ കൊടുക്കുന്നത് ബ്ലൂ ആണ്. അതുപോലെ സോളിഡ് ലൈന് അതിൻ്റെ കളറും ബ്ലൂ ആയിട്ട് ചേഞ്ച് ചെയ്തു. ഇനി ടിക്ക് ഒഴിവാക്കി ഞാൻ അതിൻ്റെ സൈസും 0.01 ചേഞ്ച് ചെയ്തു. നെക്സ്റ്റ് ഇത് കോപ്പി ചെയ്തു. ഇനി സെക്കൻഡിൻ്റെ നീഡിൽ ക്രിയേറ്റ് ചെയ്യണം. ഇതിൽ ഡാറ്റ റേഞ്ച് ഇതിലേക്ക് ചേഞ്ച് ചെയ്തു. നോ ഫിൽ, നോ ലൈൻ, സോളിഡ് ഫില്ല് ഞാൻ റെഡ് കളർ കൊടുക്കുന്നു. അതുപോലെ സോളിഡ് ലൈനും റെഡ് കളർ കൊടുത്തു. നീഡിലിൻ്റെ വിഡ്ത്ത് 0.1 ആക്കി. ഇനി ഇത് സെലക്ട് ചെയ്തതിനു ശേഷം അതിൽ നോ ഫില്ല്, നോ ലൈൻ, ഇത് സെലക്ട് ചെയ്തതിനു ശേഷം നോ ഫിൽ, നോ ലൈൻ, ചാർട്ടാണ്. ചാർട്ട് സെലക്ട് ചെയ്യുക, നോ ഫില്ല്, നോ ലൈൻ കൊടുത്തു. ഇനി ആദ്യം എനിക്ക് മിനിറ്റ് സൂചി, ഹവേഴ്സിൻ്റെ സൂചി ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്യണം. ഞാനിത് സെലക്ട് ചെയ്തു, ഹവേഴ്സ് ഇവിടേക്ക് മൂവ് ചെയ്യാം. ഇതിൻ്റെ സൈസ് കുറച്ച് കൂടുതലാണെന്ന് കാണാം. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈസ് കുറക്കാം. അതിന് വേണ്ടിയിട്ട് റീസൈസ് ചെയ്യുക. റീസൈസ് ചെയ്യുമ്പോൾ ഈ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സൈസിലേക്ക് ഇതിൻ്റെ ഡയമെൻഷൻ ചേഞ്ച് ചെയ്യാണ്ട് കിട്ടും. നെക്സ്റ്റ് മിനിറ്റ് സൂചി ഇൻസെർട്ട് ചെയ്യാം. അതുപോലെ ഡ്രാഗ് ചെയ്യാം. മിനിറ്റ് കുറച്ച് ഹവർ സൂചനയായിട്ടും കുറച്ചുകൂടെ വലുതായിട്ട് കൊടുക്കാം. നെക്സ്റ്റ് സെക്കൻഡ്. അപ്പം അതിൻ്റെ സൈസ് കുറച്ച് കുറക്കാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ സെൻട്രലായിട്ട് നമുക്കൊരു ഇത് ഇൻസെർട്ട് ചെയ്യണം. ഒരു ഓവൽ ഷേപ്പ്, അതിന് ഇൻസെർട്ട് എടുക്കുക. എടുത്തിട്ട് ഷേപ്സിൽ ഞാൻ ഈ ഷേപ്പ് സെലക്ട് ചെയ്തു. അതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് ഇത് ചെയ്തു. ഇനി അതിൻ്റെ ഓപ്ഷനിൽ പോവാം. സോളിഡ് ഫില്ല്, നോ ലൈൻ. ഞാൻ ഫില്ല് ഒരു
ബ്ലാക്ക് കൊടുത്തു. ഇനി അതിൻ്റെ 3D ഓപ്ഷനിൽ ഞാൻ ഇത് സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മളുടെ ക്ലോക്കിൻ്റെ അല്ലെങ്കിൽ ഇതിൽ സോളിഡ് ലൈൻ കൊടുത്തു. ലൈൻ ഒരു വൈറ്റ് കൊടുത്തു. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നമ്മളെ ഡയൽ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇത് സെലക്ട് ചെയ്തതിനു ശേഷം Ctrl+A പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാ ഒബ്ജക്റ്റും സെലക്ട് ആയിട്ടുണ്ട്. ഇനി അതിൽ ഫോർമാറ്റ് എടുക്കുക. അതിൽ അലൈൻ സെൻറ്ററും അലൈൻ മിഡിലും സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ക്ലോക്ക് അലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി അതിനെ ഗ്രൂപ്പ് ചെയ്യാം. ക്ലിക്ക് ഗ്രൂപ്പ്. അപ്പോൾ നമ്മുടെ ക്ലോക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ പ്രസ് ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റർ ഫോർമുല എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് കാണാം. ഇനി ഇതെങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാന്നുള്ളത് നമുക്കൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. അതിൽ നമ്മളൊരു മാക്രോ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനായിട്ട് ആദ്യം ഡെവലപ്പർ ഓപ്ഷൻ എടുക്കുക. അതിൽ ഇൻസേർട്ടിൽ ഒരു ടോഗിൾ ബട്ടൺ ഇൻസേർട്ട് ചെയ്യാം. അതിൽ പ്രോപ്പർട്ടീസ് എടുത്തു. അതിൻ്റെ ക്യാപ്ഷൻ എന്ത് ചെയ്തു, സ്റ്റാർട്ട് എന്ന് ചേഞ്ച് ചെയ്തു. ഇനി ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഞാൻ ഓൾറെഡി ഇവിടെ ഒരു കോഡിങ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇഫ് ടോഗിൾ ബട്ടൺ ഡോട്ട്, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു ഈക്വൽ ടു ഇഫ് ടോഗിൾ ബട്ടൺ 1 ഡോട്ട് വാല്യൂ ഈക്വൽ ടു ട്രൂ. മീൻസ് ക്ലിക്ക് നമ്മൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ then toggle button one dot caption is equal to stop. ഇനി നമ്മളൊരു ലേബൽ ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ ഡു ഇവൻസ് application dot calculate. Next, if toggle button 1 dot value is equal to false, then toggle button 1 dot caption is equal to start and exit sub end if. ഇവിടെ go to a. ഇനി നിങ്ങൾ എക്സൽ മോഡിലേക്ക് വരാം. അതിനുശേഷം ഡിസൈൻ മോഡിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ക്ലോക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇത് ഞാൻ പെട്ടെന്ന് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ കളറിൽ കൊടുത്തിട്ട് എല്ലാം അറേഞ്ച് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.